വിഴിഞ്ഞം തുറമുഖം നാളെ രാജ്യത്തിന് സമർപ്പിക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, ശശി തരൂർ, ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തലസ്ഥാന നഗരിയിലും വിഴിഞ്ഞത്തും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആർ അനന്തകൃഷ്ണൻ ചേർന്നുണ്ട്. അനന്തൻ, പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നേതാക്കൾ എല്ലാവരും സ്വീകരിച്ചു. കർശനമായ സുരക്ഷയാണ് തലസ്ഥാനത്തുള്ളത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തിയത്. കൃത്യം 7:40 അദ്ദേഹത്തിൻ്റെ വിമാനം, എയർ ഇന്ത്യയുടെ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ടെക്നിക്കൽ ഏരിയയിലേക്ക് വന്ന വിമാനത്തിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും അടക്കമുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അതിനുശേഷമാണ് നരേന്ദ്രമോദി പുറത്തേക്ക് വന്നത്, അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം പുറത്തേക്ക് വന്നത്. ആ സമയം ടെക്നിക്കൽ ഏരിയയ്ക്ക് മുന്നിൽ വലിയ തോതിൽ BJP പ്രവർത്തകരും തിരുവനന്തപുരത്തെ ജനങ്ങളുമൊക്കെ അഭിവാദ്യമർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് വാഹനം സ്ലോ ചെയ്താണ് വന്നത്. എല്ലാവർക്കും അദ്ദേഹത്തെ കാണാൻ പറ്റുന്ന രീതിയിലാണ് വാഹനം അതുവഴി കടന്നുപോയത്. മുൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് വഴിയോരത്ത് നിന്ന എല്ലാ പ്രവർത്തകരെയും ജനങ്ങളെയും ഒക്കെ കൈകൂപ്പിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഏതായാലും വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുന്നത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടിയാണ്. പാകിസ്ഥാനെതിരെയുള്ള പടയൊരുക്കം രാജ്യം നടത്തുന്ന വേളയിൽ, സേന സുസജ്ജമായി തിരിച്ചടിക്ക് ഒരുങ്ങിയിരിക്കുന്ന ഒരു വേളയിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അതിനു വേണ്ടുന്ന വലിയ സുരക്ഷാ സംവിധാനം ഇതുവരെ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി എത്തുമ്പോൾ കാണാത്തത്ര സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. അദ്ദേഹം കടന്നുപോകുന്ന പാതയ്ക്കിരുവശവും പോലീസിൻ്റെ വലിയ വിന്യാസമുണ്ടായിരുന്നു. കടലിൽ നാവികസേനയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും നിരീക്ഷണമുണ്ടായിരുന്നു. ആകാശത്ത് എയർഫോഴ്സിൻ്റെ നിരീക്ഷണമുണ്ടായിരുന്നു. നാളെ വിഴിഞ്ഞത്ത് ചടങ്ങ് നടക്കുമ്പോഴും ഈ രീതിയിലുള്ള സുരക്ഷാ വിന്യാസങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാജ്ഭവനിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രാജ്ഭവനിലേക്കുള്ള റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. നാളെ രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലെത്തി അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് അദ്ദേഹം വിഴിഞ്ഞത്തേക്ക് പോകുന്നത്. അപ്പോൾ രാജ്ഭവനിൽ നിന്ന് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിലേക്കുള്ള റോഡിലും നാളെ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണമുണ്ട്. തിരിച്ച് ഉച്ചയോടെയാണ് പ്രധാനമന്ത്രി മടങ്ങുന്നത്. ആ സമയം വരെ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ഏതായാലും വലിയ സുരക്ഷയുടെ നടുവിൽ പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ നാളെ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുമ്പോൾ ആ ചടങ്ങ് ഇപ്പോൾ രാജ്യാന്തര ശ്രദ്ധയിൽ കൂടി പെടുകയാണ്. കാരണം പാകിസ്ഥാനുമായുള്ളൊരു സംഘർഷ സിറ്റുവേഷനിൽ അദ്ദേഹം ആ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുകൊണ്ട് എന്ത് പറയും എന്നുള്ളത് ആകാംക്ഷയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാനുള്ള ചുട്ട മറുപടി കൂടി അവിടെ ഉണ്ടാകും എന്ന് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് കൂടി പ്രതീക്ഷയുണ്ട്. ഏതായാലും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നു. അദ്ദേഹം രാജ്ഭവനിൽ എത്തിയിരിക്കുന്നു. ജയലക്ഷ്മി. ശരി അനന്തൻ. പ്രധാനമന്ത്രി വിഴിഞ്ഞം ഉദ്ഘാടനത്തിനായി തലസ്ഥാനത്തെത്തിയിരിക്കുകയാണ്. രാജ്ഭവനിലാണ് അദ്ദേഹം തങ്ങുക. നാളെ അദ്ദേഹം 2 മണിക്കാണ് തിരികെ പോകുന്നത്. തലസ്ഥാന നഗരിയിലുടനീളം വലിയ കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്.